റിയാക്ഷൻ ഡൂഡിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് ഏവർക്കും സ്വാഗതം. 2000-ൽ ഇറങ്ങിയിട്ടുള്ള സൂപ്പർ ഹിറ്റ് മൂവിയാണ്, മലയാളം മൂവിയാണ് നരസിംഹം. നരസിംഹം എന്ന സിനിമയിലെ നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോ സീനാണ് നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകും. അതിന് മുൻപായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകും. മ്യൂസിക് നരേന്ദ്രപ്രസാദ്, വിജയകുമാർ, സാദിഖ്, ശ്രീരാമൻ, വിജയകുമാർ, സാദിഖ്, ശ്രീരാമൻ, കലാഭവൻ മണി, ഇർഷാദ്, NF വർഗീസ്, മടപ്പള്ളി മാധവൻ നമ്പ്യാർ, സായികുമാർ, സംശയം വേണ്ട. എന്ത് ധിക്കാരമാണത്? മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ ആരാന്നാണോ നിന്റെ ഒക്കെ വിചാരം? മഹാത്മാഗാന്ധി കേട്ടിട്ടുണ്ട്, അതിന് വലിയ ആളല്ലല്ലോ. എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഈ പുഴയിൽ ഒഴുക്കാൻ എനിക്ക് ഒരുത്തിന്റെ അനുവാദം ആവശ്യമില്ല. തടയാനെങ്ങ ശ്രമിച്ചാൽ തടയാൻ ശ്രമിക്കുകയല്ല, തടഞ്ഞിരിക്കും. മണപ്പള്ളി മാധവൻ നമ്പ്യാർ ഈ നാടിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്തിട്ടാ ഈ എഴുന്നള്ളിപ്പും രഘുപതി രാഘവപാടി ഭജനയും? വള്ളുവ നാട്ടിൽ കോൺഗ്രസ് പ്രസ്ഥാനം പിറവി കൊള്ളുന്ന കാലത്ത് ബ്രിട്ടീഷ് പോലീസിന്റെ ഏറാം മൂളിയായിരുന്നു അയാള്. ചാരൻ, ഒറ്റുകാരൻ, കോൺഗ്രസ് പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് തല്ലിച്ചതയ്ക്കുന്ന പോലീസ് സംഘത്തിന്റെ വഴികാട്ടികളോ. പിന്നീട് കതറിട്ട് നേതാവായി. നാറിയ രാഷ്ട്രീയ കളികൾ കൊണ്ട് കോടികൾ സമ്പാദിച്ച അഴിമതിക്കാരൻ. ഇപ്പൊ മരിച്ചപ്പോ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്നൊരു തലപ്പേര്. ശകുനിന്നാണ് പേര് വിളിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ശകുനി ആചാര്യൻ. മണിയമ്പിള്ള രാജു, അഗസ്റ്റിൻ, തൊട്ടപ്പുട്ടു. എവിടെ പോയി കിടക്കുകയായിരുന്നു സാർ? നമ്മുടെ മുനിസിപ്പൽ കോർട്ടിൽ പട്ടി കയറി, ഞാൻ കള്ളനെ കൊണ്ട് മണപ്പിച്ചു. അല്ല, കള്ളം കയറി, ഞാൻ പട്ടിയെ കൊണ്ട് മണപ്പിച്ചു. എന്താ സാർ പ്രശ്നം? എന്താ വേണു മാഷ പ്രശ്നം? ഈ നിൽക്കുന്നവർ തന്നെയാ പ്രശ്നം. സ്ഫടികൻ ജോർജ്, എന്നോട് ചോദിച്ചില്ല. സകല വില്ലന്മാരുണ്ട്. എന്താ മിസ്റ്റർ, എന്താ നിങ്ങൾക്ക് ഇത് പറയാനുള്ളത്? അവരിങ്ങനെ സ്റ്റേനായിട്ട് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പോ ഞങ്ങൾ തിരിച്ചു പോകണമായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ജോലി കുറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാട്ടിന് പോവുകയും ചെയ്യാം. തനിക്ക് വന്ന പോലെ പോവാം. NF വർഗീസ് സൗണ്ട് അടിപൊളിയാണ്, നല്ല ഗംഭീര സൗണ്ടാണ്, ഗാംഭീരമുള്ള. ഒരു സംഘർഷം ഒഴിവാക്കുന്നതല്ലേ നല്ലത്. താൻ തന്നെ പാട്ട് പോടും. എന്നാ പിന്നെ വാസുദേവ, നിന്റെ പിള്ളേരെ കൂടെ വിളിക്കാം. നരേന്ദ്രപ്രസാദ്, കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോടൊന്ന് സംസാരിക്കണം. ആരോ ഒരുത്തം നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാ വിളിക്കേ? വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം. കാണ ഭാരതത്തിൽ അടിപൊളി ഇൻട്രോ കേട്ടോ, കിഡിലെ ഇൻട്രോ. നരസിംഹം, നരസിംഹം എന്താ ബ്ലാക്കില് കിഡിലുണ്ടോ? ബാക്ക്ഗ്രൗണ്ടിലുള്ള സിംഹം കൂടി വന്നപ്പോഴേ സൂപ്പർ അടിപൊളി സീൻ കേട്ടോ. ഇപ്പുറത്ത് ലാലേട്ടൻ്റെ പടം, അപ്പുറത്ത് അവരുടെ പടം. പവിത്ര മകന്റെ ധർമ്മമാണ് അച്ഛനെ യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാഭാവിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലിൻ പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രയായ ഈ നദിയിൽ വീഴരുത്. അത് കളങ്കപ്പെട്ടു. എന്താ ഡയലോഗ്, ഒരു നീണ്ട ഡയലോഗ് കേട്ടോ. ഈ മണത്തിട്ട മാധവൻ നമ്പ്യാർക്ക് ഇനി ജന്മങ്ങൾ പലത് ജനിച്ചു മരിച്ചാലും തീണ്ടാപ്പാടകലെയാണ്. അതുകൊണ്ട് പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിനെ തടം വെട്ടി ഈ ചരലിട്ട് മൂട്. മോനെ ദിനേശ.
കിഡിലൻ സൂപ്പർ ഡയലോഗ് കേട്ടോ. പകപോക്കാണല്ലേടാ. ആയിഷ് ചത്ത് ദഹിച്ച് തീർന്നു പോയതിനോട് പകയല്ല, അറപ്പാണ് എനിക്ക്. എന്റെ ജീവിതം, അടിപൊളി എന്ന് പറഞ്ഞാലേ ജീവിതം, അതിലെ അടിപൊളി വെളിച്ചം കേട്ടോ. തല്ലിക്കെടുത്തി എൻ്റെ 6 മോനെ വർഷം സെൻട്രൽ ജയിലിലെ ഇരുട്ടിലേക്ക് നിസ്സാരമായി എന്നെ വലിച്ചെറിഞ്ഞ നിന്റെ തന്തയെ നെഞ്ച് കീറി പൊളിച്ച് ചോര കുടിക്കുന്ന ഒരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു. എന്ത് 6 ചെയ്യാൻ. വർഷം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച സ്വപ്നം. പക്ഷെ കാലം അയാളെ ഈ മൺകുടത്തിലാക്കി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. പുറം കാലുയർത്തി തെറിപ്പിക്കും ഞാനത്. അതിനു മുമ്പ് ഇനിയിപ്പോ പവിത്ര, ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല, നീ കണ്ടോ? ഇത് മിക്കവാറും ഷൂട്ടിങ് കാണാൻ വന്ന ആളുകളെ, ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെ, അന്ന് ഷൂട്ടിങ് കാണാൻ വന്ന ആളുകളെ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. എന്താ തന്നെയാണ് ഷൂട്ടിങ് കാണാൻ ആളുകളാണ്. ജയിക്കാനാവില്ല. ശേഷക്രിയ ചെയ്യാൻ വന്നവർക്കെല്ലാം കൂടെ കൂട്ടക്രിയ നടത്തും അവർ. ഞാൻ തിരിച്ചു പോകുന്നു. ഈ മൺകുടം തിരികെടാത്തൊരു വിളക്കിന് മുൻപിൽ ഞാൻ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. മരണം എന്താ ഒരു നാൾ അയാൾക്കും സംഭവിക്കും. അന്ന് ഈ മണപ്പുറത്ത് നീ NF ബലിയിടാനായിരിക്കും വർഗീസ് ഞാനുണ്ടാവും. ഈ കിഡിലൻ. മൺകുടത്തിൽ അവശേഷിക്കുന്നത് ഇതേ പുഴയിൽ ഒഴുക്കാൻ. ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ഒരു രക്ഷയില്ല കേട്ടോ. കാലം വരെ നിനക്ക് ആയുസ്സുണ്ടാകും എന്ന മോഹം. അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ നീ വാ. അച്ഛന്റെ കാൽവരലിലെ 2 3 നഖം വെട്ടിത്തരാൻ ഞാൻ കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം നിനക്ക്. ആശ തീർക്കാം. എന്താ ഡയലോഗ് ഏതോ. വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. കിഡിലൻ സൂപ്പർ സീൻ കേട്ടോ. അടിപൊളി തന്നെ അടിപൊളി കിഡിലൻ ഒരു സീനാണ്. നമ്മുടെ ലാലേട്ടൻ്റെ നരസിംഹം എന്ന സിനിമയിലെ സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടോ. 2000-ലാണ് ഈ സിനിമ റിലീസായിട്ടുള്ളത്. ഷാജി കൈലാസാണ് അതിൻ്റെ സംവിധായകന്. അതുപോലെ രഞ്ജിത്താണ് അതിന് തിരക്കഥ എഴുതിയിട്ടുള്ളത്. അതുപോലെ അന്നത്തെ 2000-ലെ സെക്കൻഡ് ഹൈയസ്റ്റ് ക്രോസിംഗ് മൂവിയാണ്. അതായത് 22 കോടിയൊക്കെയുണ്ട്. അന്ന് ഫസ്റ്റ് വിന്നറായിട്ടുള്ളത് തെങ്കാശിപ്പട്ടണമാണെന്ന് തോന്നുന്നുണ്ട്. 23 കോടിയോ അതിലേറെ ആയിട്ട് തെങ്കാശിപ്പട്ടണത്തിൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് സ്ഥാനം ഈ ഒരു സിനിമക്കാണ്, നരസിംഹത്തിനാണ്. കാരണം തെങ്കാശിപ്പട്ടണം കുറച്ചുകൂടി ഓടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി കോമഡി കൂടുതലുള്ള മൂവി ആയതുകൊണ്ട് അതിനാണ് കുറച്ച് റണ്ണ് കൂടുതൽ കിട്ടിയത്. പക്ഷേ ഈ സിനിമ മോശമല്ല എന്നല്ലോ, ഇതാണ് അടിപൊളി. ഇത് മാസ് എന്ന് പറഞ്ഞാൽ നരസിംഹം തന്നെയാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി കിഡില ലാലേട്ടനും NF വർഗീസും അതുപോലെ കലാഭവൻ സാദിഖും ഋഷാദും വിജയകുമാറും അതുപോലെ നരേന്ദ്രപ്രസാദൊക്കെ ഉള്ള നല്ലൊരു കിഡിലാൻ സീനായിരുന്നു. നല്ലൊരു സീനായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.